ഹായ്, ചിങ്ങൻ രാശിക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ലിയോസ് ഹെറഫൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ കാർഡാണ്. സ്പിരിച്വലി വളരെ ട്രഡീഷണലി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഉടൻ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നതാണ്. ഹെൽത്ത് പരമായിട്ടൊക്കെ വളരെ ഓക്കെയാണ് നിങ്ങൾ ഈ സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓക്കെ ആകുന്ന സമയമാണ്. എന്നാലും നെർവസ് പരമായിട്ടോ ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കെയർ ചെയ്യണം. ഫൈനാൻഷ്യലി വളരെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു പീരീഡുകളാണ് കാണിക്കുന്നത്. എന്തെങ്കിലും പഠിക്കാനും ഒക്കെയുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ സമയത്ത് അതിനുള്ള ഓപ്ഷൻ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് എവിടെയെങ്കിലും അഡ്മിഷനൊക്കെ നോക്കുന്നവർക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ നല്ലൊരു വ്യക്തിയെ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങളുടെ വരുന്ന സമയത്ത് നല്ല കാർഡല്ല വന്നത്, മൂൺ കാർഡാണ്. എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. വരുന്ന ആളുകൾ മുന്നിലുള്ളവരെ അവർ പറയുന്നതെല്ലാം അതേപോലെ ചിന്തിക്കാതെ സ്വന്തം മനസ്സിനോട് തന്നെ ചോദിച്ച് നമ്മുടെ ഇൻറ്റ്യൂഷനും കൂടെ കൂട്ടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം മുന്നിലുള്ള ആളുകളെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കും. അവരുടെ ചിരിക്കുന്ന മുഖവും സ്വീറ്റ്നെസ് ആയിട്ടുള്ള സംസാരവും കേട്ട് നമുക്ക് പലപ്പോഴും പലരെയും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥകളുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവരെ ശ്രദ്ധിക്കുക. അവർ പറയുന്നത് എന്തായാലും കേട്ടിട്ട് സ്വന്തം മനസ്സിനോട് ചോദിച്ച് മനസ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടാകുന്നതാണ്. ഒരു കാർഡ് എടുക്കാം. എന്തിൽ നിന്ന് വിട്ടു പോകുന്നു, ആരോ നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് വിട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യമാണത്. ഈ സമയത്ത് അത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. ഒരു സോൾ എനർജി എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. റിലീസ് ദി പാസ്റ്റ്. എവിടെ നിന്ന് വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, വളരെ നല്ലതാണ്. അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകാൻ പാടാണ്. അത് ഒരു പക്ഷേ ഇമോഷണൽ എന്തെങ്കിലും അഫെക്ഷൻ ആയിരിക്കാം, സംതിങ് എന്തെങ്കിലും ആ രീതിയിലുള്ള കാര്യങ്ങളല്ലേ, പഴയ ബിസിനസ് കാര്യങ്ങൾ, ഒരു ജോബ്, എന്തായാലും അത് വിടുന്നതന്നെയാണ് നല്ലത്. റിലീസ് ദി പാസ്റ്റ്. ഇതുവരെ ഉണ്ടായിരുന്നത് വിട്ടുകളയുക. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. വരാനിരിക്കുന്ന ദിവസങ്ങൾ വളരെ മഹത്വപൂർണ്ണമാണ്, വളരെ മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ്, വളരെ റിസൾട്ട്ഫുള്ളായിട്ടുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ ഭാഗത്തു നിന്നും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഈ സമയത്ത്.